1917 ഒക്ടോബർ 13 70,000-നും 1,00,000-നും ഇടയിൽ വരുന്ന ജനങ്ങൾ പോർച്ചുഗലിലെ ഫാത്തിമ എന്ന ഗ്രാമത്തിലെ മലഞ്ചെരുവിൽ ഒത്തുകൂടി. വെറും 3 കുട്ടികൾ പറഞ്ഞതുകൊണ്ടാണ് അത്രയും പേർ അവിടെ ഒത്തുകൂടിയത്. അവർ ആകാശത്തേക്ക് നോക്കി നിന്നു. കാരണം അമാനുഷികമായ എന്തോ ഒന്ന് ആകാശത്ത് കാണാൻ കഴിയും എന്ന് അവരിൽ ചിലർ വിശ്വസിച്ചിരുന്നു. അവരിൽ കുട്ടികളുണ്ടായിരുന്നു, വലിയവരുണ്ടായിരുന്നു. എന്തായിരുന്നു അവരെന്ന് കണ്ടത്? കേട്ടാൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ആ സംഭവ കഥയിലേക്ക് പോകാം. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. ഇത്രയധികം ജനങ്ങൾ ആ മലഞ്ചെരുവിൽ എത്തിയതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇടയ കുട്ടികളായ ഫ്രാൻസിസ്കോ, ജെസിൻഡ, ലൂസിയ എന്നിവർ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അതൊരു സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്. മനോഹരങ്ങളായിട്ടുള്ള ജലധാരകളൊക്കെ കണ്ട് അവരിങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ എന്തോ ഒരു ദിവ്യപ്രകാശം അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അവർ ശ്രദ്ധിച്ചു. അവർ ആ പ്രകാശത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതൊരു മനുഷ്യരൂപമാണ്. പക്ഷേ അത് ഭൂമിയിൽ ചവിട്ടിയിട്ടുമില്ല. അത് അവരെ വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അവർ ആ രൂപത്തിന് അടുത്തേക്ക് ചെന്നു. ആ രൂപം അവരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങേയറ്റം സന്തോഷത്തോടെ അവർ ആ സത്യം മനസ്സിലാക്കി. അത് വിശുദ്ധയായിട്ടുള്ള മേരി മാതാവ് തന്നെയാണ്. മാതാവ് അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. കുട്ടികളായ അവരെ മാതാവിന് ഒരുപാട് ഇഷ്ടമാണെന്നും എല്ലാ മാസവും 13-ാം തീയതി അതേ സ്ഥലത്ത് വെച്ച് കാണാമെന്നും മാതാവ് അവർക്ക് വാക്ക് കൊടുക്കുന്നു. കുട്ടികൾ വളരെ പെട്ടെന്ന് അത്യന്തം ഉത്സാഹത്തോടു കൂടി വീട്ടിലെത്തി അത് വീട്ടുകാരോടൊക്കെ പറയുന്നു. വീട്ടുകാരൊക്കെ അത് നാട്ടുകാരോടും പറയുന്നു. എന്നാൽ എല്ലാവരും അവരെ പുച്ഛിച്ച് തള്ളാനായിട്ട് തുടങ്ങി. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നവർക്ക് പോലും വിശുദ്ധയായിട്ടുള്ള മാതാവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് എങ്ങനെ കാണാൻ കഴിയും? അതും വെറും ഇടയ കുട്ടികൾക്ക്. എന്നാൽ തൊട്ടടുത്ത മാസങ്ങളിലെല്ലാം തന്നെ 13-ാം തീയതി ആ കുട്ടികൾ മാതാവിൻ്റെ ഈ രൂപത്തെ കണ്ടു. മാതാവ് അവരോട് പല കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങി. പക്ഷേ കുട്ടികളുടെ വിഷമം കണ്ട മാതാവ് അവരോടൊരു കാര്യം പറഞ്ഞു. 1917 ഒക്ടോബർ 13 ഞാൻ ആകാശത്തൊരു അത്ഭുതം കാണിക്കും. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അവരത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. എങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കണമെന്ന് ആ ഗ്രാമത്തിലുള്ളവർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1917 ഒക്ടോബർ 13 അത്രയധികം ആൾക്കാർ ആ മലഞ്ചെരുവിൽ ഒത്തുകൂടിയത്. അത് 1ഉം 2ഉം ആയിരുന്നില്ല. 70,000-നും 1,00,000-നും ഇടയിൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതിശക്തമായ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ജനങ്ങൾ വളരെ പരിഭ്രാന്തരായി. ഇനി ഒരു അത്ഭുതവും ഇല്ല എന്ന് കരുതി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് വളരെ പെട്ടെന്ന് മഴ നിന്നതും മേഘങ്ങൾ വഴിമാറിയതും. പെട്ടെന്ന് ആകാശത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ അവർക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഒരു സാധാരണ സൂര്യനായിരുന്നില്ല അത്. സൂര്യന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്തു. അത് ഭൂമിക്ക് അടുത്തേക്ക് വളരെ പെട്ടെന്ന് വന്ന് ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങി. അവിടെ കൂടി നിന്ന ജനങ്ങളെല്ലാം തന്നെ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു. അവർക്കൊരു കാര്യം ബോധ്യമായി. ഈ കുട്ടികൾ പറഞ്ഞത് വളരെയധികം സത്യമാണ്. കാരണം അത് സാക്ഷാൽ മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെയാണ്. അവരെല്ലാവരും മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് ക്ഷമ ചോദിച്ചു. പെട്ടെന്ന് സൂര്യൻ യഥാസ്ഥാനത്ത് തിരികെ ചെല്ലുകയും ചെയ്തു. മിറാക്കിൾ ഓഫ് ദ സൺ എന്ന് പിന്നീട് ഈ സംഭവം അറിയപ്പെട്ടു. അതോടുകൂടി ആ കുട്ടികൾക്ക് മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വിശ്വാസമായി. 3-ൽ ഒരു കുട്ടിയായ ലൂസിയയ്ക്ക് നിരന്തരമായി മാതാവ് ദർശനങ്ങൾ കൊടുത്തിരുന്നു. 3 രഹസ്യങ്ങൾ മാതാവ് ആ കുട്ടിക്ക് വെളിപ്പെടുത്തി. അതിൽ 2 അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പക്ഷെ 3-മത്തത് അവൾ ഒരു കത്തിൽ എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്തത്. ആ സഹോദരങ്ങളിൽ 2 പേർ 1919-ലും 20-ലുമായി മരണപ്പെട്ടു. സ്പാനിഷ് ഫ്ലൂ ആയിരുന്നു അതിന് കാരണം. മാതാവ് ദർശനം കൊടുത്ത ലൂസിയ പിന്നീട് അനേക വർഷം ജീവിച്ചു. 2005-ൽ അവർ മരിക്കുമ്പോൾ അവർക്ക് 97 വയസ്സായിരുന്നു പ്രായം. ലൂസിയയോട് മാതാവ് പറഞ്ഞ 3 രഹസ്യങ്ങളിൽ ഒന്ന് നരകത്തെക്കുറിച്ചായിരുന്നു. അതായത് ലൂസിയ നരകം സ്വപ്നത്തിലൂടെ കണ്ടു. അത് വളരെ ഭയാനകമായ ഒരു ലോകമായിരുന്നു എന്ന് ലൂസിയ മറ്റുള്ളവരോട് പറഞ്ഞു. 2-മത്തെ കാര്യം യുദ്ധത്തെ കുറിക്കുന്നതായിരുന്നു. അതായത് യുദ്ധം ഉടൻ അവസാനിക്കും എന്നായിരുന്നു മാതാവ് പറഞ്ഞത്. 1914-18 കാലഘട്ടത്തിലാണ് 1-ാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഏറ്റവും അടുത്ത കാലത്ത് തന്നെ യുദ്ധം അവസാനിക്കും എന്ന് മാതാവ് ലൂസിയോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 18-ൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. എന്നാൽ അത് മാത്രമല്ല,
ഒരു സമയമാകുമ്പോൾ വീണ്ടും മനുഷ്യർ അഹങ്കാരികളാവുമെന്നും അന്ന് ആകാശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുമെന്നും ദൈവം മനുഷ്യനെ അതോടുകൂടി വീണ്ടും ശിക്ഷിക്കുമെന്നും മാതാവ് പറഞ്ഞു. 1938 ആകാശത്ത് അതിദിവ്യമായിട്ടുള്ള ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമാവുന്നതും 39 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. മൂന്നാമത്തെ രഹസ്യം ഒരു കത്തിലാക്കി ലൂസിയ എന്നേക്കുമായി സംരക്ഷിച്ചു വെച്ചു. ആ കത്ത് വത്തിക്കാനിലേക്ക് അവർ കൊടുത്തുവിട്ടു. ആ കത്ത് സീൽ ചെയ്ത് വത്തിക്കാനിൽ എന്നേക്കുമായി സൂക്ഷിച്ചു. ഈ അത്ഭുത പ്രവൃത്തിയിൽ സംശയം തോന്നിയ കത്തോലിക്ക സഭ ഒരു അന്വേഷണം ഏർപ്പെടുത്തി. അതിൽ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി ആ ഗ്രാമവാസികൾ പറഞ്ഞ കാര്യം മുഴുവൻ അവർ അംഗീകരിച്ചു. ഈ അത്ഭുതം നടന്നതിൻ്റെ 64-ാം വാർഷികത്തിൽ 1981 മെയ് 13 ഈ മൂന്നാമത്തെ രഹസ്യം ജനങ്ങളിൽ എത്തിക്കാനായിട്ട് അന്നത്തെ പോപ്പായിരുന്ന ജോൺ പോൾ രണ്ടാമൻ തീരുമാനിച്ചു. ഇതിന് മുന്നോടിയായി അദ്ദേഹം അവിടുത്തെ ചത്തുരത്തിലൂടെ ജനങ്ങളെ കാണാനായിട്ട് പുറത്തേക്ക് വന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വെടിയേറ്റു. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈശ്വരഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി. ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ആ കത്ത് പൊട്ടിക്കണമെന്നായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, തൻ്റെ ജീവിതവുമായി ആ കത്തിന് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന്. അദ്ദേഹം ആ കത്ത് പൊട്ടിച്ചു. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകും, അപ്പോൾ അയാൾക്ക് വെടിയേൽക്കും എന്നതായിരുന്നു. അത് വായിച്ച പോപ്പ് ഞെട്ടിപ്പോയി. കാരണം തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്ന സംഭവം തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ഇപ്പോൾ ജീവൻ രക്ഷിച്ചത് മാതാവ് തന്നെയാണ്. ആ ജീവൻ ബാക്കി വെച്ചത് ഇതിപ്പോൾ വായിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. ഇന്നും ലോകത്തിന് അത്ഭുതമാണ് ഈ ഇടയ സഹോദരങ്ങളുടെ ജീവിതം. ലോകത്തിന് മുന്നിൽ അത്ഭുതം തുറന്നു കാട്ടിയ ഈ 3 പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫാത്തിമയിലുള്ള ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറിയിലാണ്. ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം, ഇല്ലാത്തതാണെന്ന് തോന്നാം. പക്ഷേ ഇവയെല്ലാം സത്യമാണ്. ഇത്തരത്തിലുള്ള പുതിയ വിശേഷങ്ങളുമായി, സംഭവ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.